നിരീശ്വരവാദികളുടെ നുണകൾ ലിസ്റ്റ് ചെയ്യുന്ന ഒരു സീരീസ് നമ്മൾ ചെയ്തിരുന്നു. അത് കുറേ ലിസ്റ്റ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. നമ്മൾ വേറെ കുറേ തിരക്കുകളിലായതുകൊണ്ട് നുണ എണ്ണാനുള്ള സമയം കിട്ടിയിരുന്നില്ല. പല കാര്യങ്ങൾക്കും പോയി വരേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് യാദൃശികമായിട്ടൊരു വേറൊരു പ്രസംഗം കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ട നുണ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കൂടെ ആ ലിസ്റ്റിലേക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പോകാന്നുള്ള നിലക്ക് മാത്രമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. രവീന്ദ്രൻ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യത്തെ നുണയൻ. ഓക്കെ, അപ്പോൾ നുണയൻ എന്താണ് നുണ പറയുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. നമ്പർ 3 ഖുർആനകത്ത് പറയുന്നുണ്ട് 2:191 ആൻഡ് കിൽ ദം വേർ എവർ യു എൻകൗണ്ടർ ദം എന്ന് പറഞ്ഞ് തുടങ്ങാണ്. നിങ്ങൾ അവരെ കാണുന്നിടത്ത് വെച്ച് കൊന്നു കളയുക. ഖുർആൻ 9:5 ദെൻ കിൽ ദ പോളിതീസ്റ്റ് വേർ എവർ യു ഫൈൻഡ് ദം. പോളിതീസ്റ്റ് എന്ന് വെച്ചാൽ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കാണുന്നിടത്ത് വെച്ച് തട്ടിയേക്കുക. ഖുർആൻ 2:191 ഫൈറ്റ് ദം അണ്ടിൽ ദർ ഇസ് നോ ഫിറ്റ്ന. ഫിറ്റ്ന എന്ന് പറഞ്ഞാൽ കുഴപ്പം, സംഘർഷം, അങ്ങനെയൊക്കെ പല പല അർത്ഥങ്ങളുണ്ട്. ഒരു 5 പേരൊക്കെ എഴുതാം ഫിറ്റ്നയുടെ അർത്ഥം. ആൻഡ് അണ്ടിൽ ദ വർഷിപ്പ് ഈസ് ഫോർ അള്ള. അള്ളയുടെ ലോകം മുഴുവൻ അള്ളയുടേതാകുന്നത് വരെ, ഫിറ്റ്ന തീരുന്നത് വരെ. ഫിറ്റ്ന എന്ന് പറഞ്ഞാൽ കുഴപ്പം, ഡിസ്കോഡ്, അലമ്പ്. അലമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊന്നിൽ വിശ്വസിക്കുന്നു, ഞാൻ വേറൊന്നിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു അലമ്പാണല്ലോ, ഒരു സംഘർഷമാണല്ലോ അത്. അപ്പോൾ ഫിറ്റ്ന തീരുന്നവരെയും ലോകം മുഴുവൻ അള്ളയുടേതായി തീരുന്നവരെയും എന്ത് ചെയ്യണം? ഫൈറ്റ് ദം, അവരുമായിട്ട് പോരടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ബട്ട് ഇഫ് ദേ സീസ്, അവർ നിർത്തുകയാണെങ്കിലോ ദെൻ there is to be no aggression except against oppressors. പിന്നെ ഒപ്രസേഴ്സിനെതിരെ മാത്രമേ ഉള്ളൂ അവിടെ നിർത്താം. ഇവിടെ ഇതിനകത്ത് ഇവർ പറയുന്ന ഒരു കാര്യം, ലോകപ്രസിദ്ധമായ ഒരു ചളിയടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് യുദ്ധത്തിന്റെ സമയത്തിലേക്ക് മാത്രം ഉള്ളതെന്നാണ്. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും യുദ്ധം ഒന്ന് കാണുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അവിടെ എവിടെ യുദ്ധം കാണുന്നില്ല. 1:191 വചനം ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ വാചകം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു, 1:191. ഓക്കെ, നമുക്ക് അവിടെ എവിടെയെങ്കിലും യുദ്ധം കാണുന്നുണ്ടോ? ഇതാണ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ നേരെ 1:190, 191 പോവാണേ. 191 വായിക്കുമ്പോൾ 190 കൂടെ വായിക്കണം എന്നുള്ള സാന്ദർഭം ആയിരുന്നു. അപ്പം അത് മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, എവിടെയെങ്കിലും യുദ്ധം കാണുന്നുണ്ടോ നല്ല ചോദ്യം. ഓക്കെ, നമുക്ക് വായിക്കാം. നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുവിൻ. 2 യുദ്ധമായിട്ടോ? നിങ്ങൾ അതിക്രമിക്കുകയും അരുത്. നിശ്ചയമായും അള്ളാഹു അതിക്രമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരല്ല. ഇനി മൂപ്പര് പറഞ്ഞ വാചകം, കണ്ടുമുട്ടിയുടെ എടുത്ത് വെച്ച് നിങ്ങൾ അവരെ കൊലപ്പെടുത്തിക്കൊള്ളുവിൻ. അവർ നിങ്ങളെ പുറത്താക്കിയെടുത്ത് വെച്ച് നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുവിൻ. ഫിത്ന അഥവാ കുഴപ്പം കൊലയേക്കാൾ കഠിനമായിട്ടുള്ളതാകുന്നു. യുദ്ധം ഉണ്ടോ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. എത്ര സിമ്പിളാലേ, എത്ര വലിയ കളവാണ് ഇയാൾ പറയുന്ന ആലോചിച്ച് നോക്കിയേ. അതായത് യുദ്ധത്തെ പറ്റി പറഞ്ഞ് ആ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ പറ്റി പറയുമ്പോൾ ആ പ്രവർത്തനത്തെ മാത്രം എടുത്തിട്ട് യുദ്ധം അവിടെ ഇല്ലാതെ അതിനെ അവതരിപ്പിക്കുന്നു മാത്രമല്ല, ഇതൊരു പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്യുന്നു, ഇത് കാണുന്നുണ്ടോ യുദ്ധമില്ലല്ലോ എന്ന്. 2 വരിയിൽ ആദ്യത്തെ വരി മുറിച്ച് മാറ്റിയിട്ട് പറയാണ് ആദ്യത്തെ വരിയിലെ പ്രയോഗം ഇല്ലല്ലോ എന്ന് പറയാണ്. അതായത് തട്ടിപ്പിന്റെ ഇതിനേക്കാൾ വലിയ ഫോം വേറെ കാണിക്കാൻ പറ്റുമോ? ഒരു യുദ്ധ സാഹചര്യത്തിൽ നിങ്ങൾ എവിടെ വെച്ച് നിങ്ങളെ ശത്രുവിനെ കണ്ടാൽ കൊല്ലുക എന്ന് പറയും. ഇയാൾ പിന്നെ പറയുന്നുണ്ട് എവിടെ വെച്ചെന്നല്ലേ. അത് നമുക്കൊന്ന് ഇയാളെ ന്യായീകരണത്തിന്റെ പിന്നെ ചുമ്മാ നമുക്ക് യുദ്ധമാണെന്ന് വെക്കുക. ജസ്റ്റ് ഫോർ എ ഹൊറർ, അല്ല പ്രത്യേകം പറയുന്നത്, ജസ്റ്റ് ഫോർ എ ഹൊറർ അല്ല, അവിടെ പറഞ്ഞ കാര്യമാണ്. അത് മുറിച്ചു മാറ്റിയിട്ട് പറയുന്നതോ ഇനി യുദ്ധമാണെന്ന് വെക്കണ്ടങ്ങൾ അവിടെ ഉണ്ട്, ഉള്ള സാധനങ്ങൾ മുറിച്ചു മാറ്റിയതാണ്. ഓക്കെ, പക്ഷെ അതിനകത്ത് പച്ച മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിയിലും എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? വേറെവർ യു ഫൈൻഡ് ദം. വേറെവർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? വെദർ ഇറ്റ്സ് ഇൻ ദ കക്കൂസ് ഓർ ഇൻ ദ മാർക്കറ്റ് ഓർ ഇൻ ദ റെസ്റ്റോറന്റ് ഓർ ഇൻ ദ യൂണിവേഴ്സിറ്റി ഓർ വേറെവർ. എവർ പറയും വേറെവർ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ അർത്ഥം യുദ്ധം എന്ന് മാത്രമാണ്. യുദ്ധം എന്ന് അതിനകത്ത് പറയുന്നില്ല. അതിന്റെ മുമ്പ് പറഞ്ഞത് മാർക്കറ്റിലും അങ്ങനെ എല്ലാ സ്ഥലത്തും ഇവര് പൊട്ടിക്കാൻ നടക്കുന്നവരാണ്, അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്ത് നുണയാണ് ഈ പറയുന്നത്? അതായത് ഒരു യുദ്ധം പ്രഖ്യാപിക്കപ്പെടുന്നു, ആ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് യുദ്ധത്തിന്റെ പ്രഖ്യാപനമായിട്ട് പറയാണ് നിങ്ങളുടെ ശത്രുക്കളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുവിൻ, അവർ നിങ്ങളെ പുറത്താക്കിയെടുത്ത് വെച്ച് നിങ്ങൾ പുറത്താക്കുവിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ പിന്നെ ഇന്ത്യൻ പട്ടാള മേധാവി ഇന്ത്യൻ സൈനികർക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്, ഇതാ നമ്മൾ പാകിസ്ഥാനുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇനി പാകിസ്ഥാൻ പട്ടാളക്കാരെ കണ്ടെടുത്ത് വെച്ച് നിങ്ങൾ കൊല്ലുവിൻ എന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കാം. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശ രാജ്യമാണ്. കാരണം എന്താ? ഇന്ത്യൻ പട്ടാള മേധാവി പാകിസ്ഥാനികളെ കൊണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ പറയുന്നുണ്ടോ ഇത് യുദ്ധ സാഹചര്യത്തിലാണെന്നൊക്കെ ചില ഇന്ത്യക്കാർ പറയുന്നുണ്ട്. എവിടെ യുദ്ധം എന്നുള്ളത് ഇത് ആ പട്ടാള മേധാവി പറഞ്ഞ പ്രസ്താവന നോക്കൂ, വേറെവർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഒന്ന് ആലോചിച്ചു. ഒരു യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു, യുദ്ധത്തിൽ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക
എന്ന് പറയോ, അതന്നെയല്ലേ ചെയ്യുക, അല്ലാതെ യുദ്ധത്തിൽ പിന്നെ കെട്ടിപ്പിടിച്ച് നോക്കുവോ? അതിനെല്ലാം യുദ്ധം ചെയ്യണം. അങ്ങനെ യുദ്ധം ചെയ്യുന്ന ആവശ്യമുണ്ടോ? പിന്നെ മാത്രമല്ല ഇവിടെ ഈ ആയത്തിൽ പറയുന്ന വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് യുദ്ധത്തിൽ പോകുന്നതിനെ പറ്റി പോലെയല്ല അങ്ങനെ പറയുന്ന, അങ്ങനത്തെ സാഹചര്യം സ്വഭാവമായിട്ട് വേറെ ഉണ്ടാവും. ഇവിടെ പറയുന്നതാണ് നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. അത് ഇങ്ങോട്ടാണ് യുദ്ധത്തിന് വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ യുദ്ധത്തിന് നിന്നിരിക്കണം വേണ്ടത്, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടാൻ നിന്നിരിക്കണം വേണ്ടത്. ഇങ്ങോട്ടൊരാൾ യുദ്ധത്തിന് വരുമ്പോൾ നിങ്ങൾ അവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യണം. എങ്ങനെയാണ് അങ്ങോട്ട് യുദ്ധം ചെയ്യേണ്ടത്? അവരെ കാണുമ്പോൾ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം. യുദ്ധത്തിലേ പിന്നെ എന്താ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ യുദ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്യാരംസ് കളിയാണോ അല്ലെങ്കിൽ ലുഡോ ആണോ? അതല്ലല്ലോ പരിപാടി. യുദ്ധം എന്ന് പറഞ്ഞാൽ ഫൈറ്റിംഗ് അല്ലേ? അവിടെ കൊലപാതകമാണല്ലോ സ്വാഭാവികമായിട്ടും. ഒരു സൈന്യം മറ്റൊരു സൈന്യത്തോട് അതായിരിക്കും ചെയ്യുക. ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പിന്നെ എന്താ എതിർ സൈന്യം ചെയ്യേണ്ടത്? അപ്പോൾ ഇത് ഒന്ന് മുറിച്ചു, രണ്ട് മുറിച്ച സാധനം കോൺഷ്യസ്ലി അവിടെ ഇല്ലാന്ന് സ്ഥാപിക്കാൻ വേണ്ടി നുണ പറഞ്ഞു, കളവ് പറഞ്ഞു. മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയോഗത്തെ എന്ത് ചെയ്യുന്നു? ദുർവ്യാഖ്യാനിച്ച് പറഞ്ഞൊരു കാര്യത്തിന് എതിരാക്കിയിട്ട് അവിടെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഒരുപാട് നുണകളുണ്ട്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോയി എന്നുള്ളൂ. ഈ രൂപത്തിലാണ് ഇവർ നുണ പറയുന്നത്. ഒന്ന് ജസ്റ്റ് നാലോചിച്ച് നോക്കി, ഇവരുടെ അണികളുടെ ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഒന്ന് ജസ്റ്റ് ആ 9191 എന്നുള്ള സാധനം ഒന്ന് അടിച്ചു നോക്കി, അത് തൊട്ട് മേലേക്ക് അവർ വായിച്ചാൽ തീരാവുന്ന ക്രെഡിബിലിറ്റി അല്ലേ ഇവർക്കുള്ളൂ. ഇങ്ങനെ എത്ര നുണകൾ! ഇത് നമുക്ക് വെച്ചാൽ എക്സ്പ്ലിസിറ്റ്ലി കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ചിലത് അങ്ങനെ എക്സ്പ്ലിസിറ്റ്ലി ആയിരിക്കില്ല, അതിനെ വ്യാഖ്യാനിച്ചിട്ടായിരിക്കും ചില നുണകൾ പറയാം. പക്ഷെ ഇത്രയും കൃത്യമായിട്ടുള്ള നുണകൾ വരെ പറയുമ്പോൾ അല്ല, മൂപ്പര പ്രകൃതി അങ്ങനെയാണ്. ഇപ്പോൾ ഏതോ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ മുന്നിൽ ഗൂഗിൾ ചെയ്ത് നോക്കൂ എന്ന് പറയുന്നുണ്ട്. നമ്മളിങ്ങടെ ഇവിടുന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി, മൂപ്പര് പറഞ്ഞ സാധനമല്ലേ ആൻസറിൽ വരുന്നത്. ഇങ്ങോട്ട് അത് മൂപ്പര് ഒരുപാട് എയർലൈൻ വിഷയത്തിൽ. അപ്പം അങ്ങനെ പറഞ്ഞാൽ പോലും ഗൂഗിൾ ചെയ്ത് നോക്കുക എന്ന് ഉറപ്പുള്ള അടിമകളാണ് മുന്നിലിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവർക്ക് ഇത് മതി. രവി സാർ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് മതി, ഞങ്ങൾ നോക്കൂല, ഞങ്ങൾ പരിശോധിക്കൂല, വായിക്കൂല, ഞങ്ങൾ ഗൂഗിൾ ചെയ്യൂല, ഒന്നും നോക്കൂല, ഞങ്ങൾക്ക് എന്താണോ അദ്ദേഹം പറയുന്നത് അതാണ് ഞങ്ങളുടെ പ്രമാണം എന്ന രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ വേറെ ഓപ്ഷനൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള നുണകൾ ഒരുപാട് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം നമ്മളിവിടെ പറഞ്ഞതാണ്. ബാക്കി വീഡിയോകൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും.